ഇത്രയൊക്കെ മഴ പെയ്തിട്ടും എല്ലാ സ്ഥലത്തും റംബുട്ടാന് 50%-ലധികം കൊഴിഞ്ഞു പോയിട്ടും ഷെരീഫ് കടവണ്ടിയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ നിറച്ച് സാധനം നിൽക്കണ്. 20% പോലും കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അതും ഇതാ നല്ല മഞ്ഞലന്നെ ലഗാനിട്ടാ, മഞ്ഞ ലഗാന്. എന്താ മധുരം എന്നറിയത്? ഇത് നമ്മൾ ഇന്ന് കൊതി കൂടല്ലിട്ടാ. ഇത് സത്യത്തിൽ എന്താ പറയുക, ഇത് ഫുൾ പൾപ്പ് ആയിട്ടില്ലല്ലോ, എന്നിട്ട് പോലും ഇത് ഭയങ്കര മധുരാട്ടാ. ഇത് ഇങ്ങനെ കൊഴിയാതെ എല്ലാ കൊലയിലും കായപ്പെടുത്തുണ്ടാവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് ടിപ്സുകളുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് പറഞ്ഞുതരും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഹായ് സുഹൃത്തുക്കളെ, ഷെരീഫ് കടവണ്ടിയാണ്. ഇന്ന് നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് നമ്മുടെ സുഹൃത്ത് സിദ്ദീഖ് ചെമ്പിക്കലാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ട് ധാരാളം പേര് വിളിച്ചിട്ടുണ്ട് റംബൂട്ടാനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റംബൂട്ടാൻ കൃഷി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പ്ലാന്റ് സെലക്ഷനാണ്. എപ്പോഴും നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല മദർ പ്ലാന്റിൽ നിന്ന് ബഡ് ചെയ്ത ക്വാളിറ്റിയുള്ള പ്ലാന്റ് മാത്രം തിരഞ്ഞെടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റേഷനാണ്. അത് നമ്മൾ ഏറ്റവും നല്ല ഇതുപോലത്തെ ഒരു പ്ലാന്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 2 അടി വീതി 2 അടി താഴ്ചയിൽ ഒരു കുഴി കൊടുത്ത് അതിൽ 1 കൊട്ട ചാണകപ്പൊടി, 1/2 കിലോ എല്ലുപൊടി, 1/4 കിലോ കടലപ്പിണ്ണാക്ക്, 100 ഗ്രാം വേപ്പ് പിണ്ണാക്കി ഇത് നന്നായിട്ട് നമ്മൾ കുഴിയിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൂടി 100% ഫില്ല് ചെയ്ത് അതിൽ ഇതുപോലത്തെ തൈ നമ്മൾ കവറൊക്കെ റിമൂവ് ചെയ്ത് അതിലേക്ക് വെച്ച് ഒരു സ്റ്റിക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ 4 മാസം കൂടുമ്പോഴാണ് നമ്മൾ അതിന് വളം കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വളപ്രയോഗമാണ്. ഇത് എന്റെ വീട്ടിലുള്ള ഒരു മദർ പ്ലാന്റ് ആണ്. ഇത് ഏകദേശം 6 വർഷമായിട്ടുള്ള പ്ലാന്റ്. അപ്പൊ ഇതിന് നമ്മൾ വളം ചെയ്യാറുള്ളത് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഏകദേശം ജൂൺ ലാസ്റ്റോടുകൂടി ഇതിന്റെ ഫ്രൂട്ടിങ് കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യും. പ്രൂണിങ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 2 ഇഞ്ച് താഴ്ചയിൽ ഒരു ചെറുതായിട്ട് മണ്ണ് നീക്കിയതിന് ശേഷം അതിന് 4 കൊട്ട ചാണകപ്പൊടി, 1 കിലോ എല്ലുപൊടി, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1/2 കിലോ വേപ്പ് പിണ്ണാക്ക്. വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വളം ആഡ് ചെയ്യുന്നത്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ മേൽമണ്ണ് കുറച്ച് കളക്ട് ചെയ്യും പറമ്പിൽ. എന്തുകൊണ്ടാണ് നമ്മൾ മേൽമണ്ണ് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മേൽമണ്ണിൽ നമ്മുടെ പ്ലാന്റ് വളരുന്ന ആവശ്യമായിട്ട് ധാരാളം കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. പല ആളുകളും എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഞാൻ പല വീഡിയോയിൽ കണ്ടു ബോറോണിന്റെ കുറവാണ്, മാഗ്നീഷ്യത്തിന്റെ കുറവാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്ലാന്റിന് ആഡ് ചെയ്ത് ഒരു പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ കണ്ട് അതും ഇതും നമ്മുടെ പ്ലാന്റ് ഇട്ട് കൊടുക്കരുത്. അതുകൊണ്ട് നമുക്ക് എത്ര കണ്ട് പിന്നെ ബോറോൺ ആഡ് ചെയ്യണം നമുക്കറിയില്ല, പല കുറവുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് മേൽമണ്ണിൽ എല്ലാവിധ കണ്ടന്റും അടങ്ങിയതുകൊണ്ട് മേൽമണ്ണിട്ട് അതിന് മുകളിൽ കുറച്ച് പച്ചത്തോലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ശേഷം നവംബർ മാസത്തിലാണ് നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ വളം കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ വളം കൊടുക്കുക. ദെൻ നവംബർ കഴിഞ്ഞ് ഏകദേശം ഒരു ജനുവരി പകുതിയോടുകൂടി നമ്മൾ നന സ്റ്റോപ്പ് ചെയ്യും. ജനുവരി പകുതി കഴിഞ്ഞാൽ ഒരു 15 ദിവസം നമ്മൾ തീരെ നനയ്ക്കുന്ന ബ്രേക്ക് കൊടുക്കുക. 15 ദിവസം നമ്മൾ ബ്രേക്ക് കൊടുത്തതിന് ശേഷം ഒരു ഫെബ്രുവരി 1st വീക്കോണം നമ്മൾ നന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റംബൂട്ടാനിലൊക്കെ ഫ്ലവർ വരും. ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ ട്രീറ്റ്മെന്റിലൂടെ ചെയ്യുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഹെൽത്തി പ്ലാന്റ് ആകുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളാണെങ്കിലും ഇത്രയും മഴയ്ക്ക് വരുന്ന സമയത്ത് കൊഴിച്ചിൽ ധാരാളം കുറവ് വരാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ഇത്രയും മഴ ഉണ്ടായിട്ട് പോലും നമുക്ക് വലിയൊരു കൊഴിച്ചിൽ, ഒരു 40% റംബൂട്ടാനിൽ കൊഴിച്ചിൽ സാധാരണ. എങ്കിലും പല ആളുകളും എനിക്ക് വീഡിയോ അയച്ചു തന്നു 100% റംബൂട്ടാൻ കൊഴിഞ്ഞു പോയി, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അപ്പോൾ അടുത്ത സീസണിൽ ഞാൻ പറയുന്ന സിസ്റ്റത്തിലൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഏകദേശം നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്മൾ വിളിക്കാം.